അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിങ് കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നുന്ന രണ്ട് ടേംസ് ആണല്ലേ. ബട്ട് ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിങ് ആർ ഡിഫറെന്റ്. ബിസിനസ്സിലെ ഓരോ ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് ക്യാഷ് ഇൻഫ്ലോസും ഒരുപാട് ക്യാഷ് ഔട്ട്ഫ്ലോസും വരാണ്. ബിസിനസ്സിന് ചിലവാകുന്നുണ്ട് ഒരുപാട് പണം. എങ്ങനെയൊക്കെ നമുക്ക് സാലറി കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റു ചിലവുകളൊക്കെ ആവും. ഒരുപാട് ക്യാഷ് ഔട്ട്ഫ്ലോസും വരാറുണ്ട്. ഇങ്ങനെയുള്ള ക്യാഷ് ഇൻഫ്ലോസിനെയും ക്യാഷ് ഔട്ട്ഫ്ലോസിനെയും നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിങ്ങിൽ വ്യത്യസ്തമായി എന്താണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? ഫിനാൻസിങ് ആക്ടിവിറ്റി കമ്പനിയുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അസറ്റുകൾ വാങ്ങണം അല്ലേ, അതുപോലെ ഫംഗ്ഷൻസ് നടക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനൊക്കെ എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ട് വേണം. ഫണ്ട് റൈസിങ് ആൻഡ് ഫണ്ട് അലോക്കേഷൻ. ഫണ്ട് റൈസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ നേടിയെടുക്കുന്ന പണം ഏതൊക്കെ വിധത്തിൽ ചെലവാക്കണം, പ്രോഫിറ്റബിൾ ആയ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെലവാക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ പ്രോപ്പർ ഫണ്ട് റൈസിങ് ആൻഡ് ഫണ്ട് അലോക്കേഷൻ, ഈ ആക്ടിവിറ്റിയാണ് എന്ത് വരുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുന്നത്. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിച്ചോ. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊഫഷണൽ ആയിട്ട് മാറാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. നന്നായിട്ട് പഠിച്ച് സെറ്റായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, കുറഞ്ഞ പ്രായത്തിൽ തന്നെ നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തണം. ഓൾ ദ വെരി ബെസ്റ്റ്.